ടി.കെ. ശങ്കരനാരായണൻ. പാലക്കാട് ജനനം. വിക്ടോറിയ കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം. തഞ്ചാവൂർ ശാസ്ത്ര സർവകലാശാലയിൽ നിന്നും ജ്യോതിഷത്തിൽ ബിരുദാനന്തര ബിരുദം. തെരഞ്ഞെടുത്ത കഥകൾ ഉൾപ്പെടെ 12 കഥാസമാഹാരങ്ങൾ, 4 നോവലുകൾ, നോവലറ്റുകളുടെ 2 സമാഹാരങ്ങൾ, 50 കുഞ്ഞു കഥകളുടെ ഒരു സമാഹാരം. ഷൗണ്ടി എന്ന നോവൽ എല്ലാ ദക്ഷിണേന്ത്യൻ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്തു വന്നിട്ടുണ്ട്. ആധുനിക അറിവുകളോട് സംവദിച്ചു മാത്രമേ ഇന്ന് കഥയ്ക്ക് നിലനിൽപ്പുള്ളൂ. അദ്ദേഹത്തിന്റെ കഥകൾ അത്തരത്തിലുള്ളവയാണ്. സാർ എഴുത്തിലേക്ക് വരാനുള്ളത് കാരണം എംടിന്റെ മഞ്ഞ വായിച്ചതായിരുന്നല്ലോ. അപ്പൊ അതെ അതെ ഇതാ ദിവസവും രാവിലെ ഇവിടെ ഇരിക്കുമ്പോൾ ആദ്യം അദ്ദേഹത്തെ, കാരണം ഞാൻ ഈ ക്രിക്കറ്റ് കളിക്കാരനാവണമെന്ന് ആഗ്രഹിച്ച് നടന്ന ഒരാളാണ്. സാഹിത്യവുമായിട്ടൊന്നൊരു ബന്ധമില്ല, അഗ്രഹാരത്തിൽ ജനിച്ചു വളർന്നു. ഞാൻ സ്കൂളിൽ 2ാം ഭാഷയായിട്ട് പോലും മലയാളം പഠിച്ചിട്ടില്ല, സംസ്കൃതമാണ് പഠിച്ചത്. അങ്ങനെയുള്ള സമയത്താണ് ഒരിക്കൽ ഇങ്ങനെ മഞ്ഞ് വായിക്കാൻ ഇടയായതോടുകൂടി എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായി. അതായത് പുസ്തകങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാവപ്രപഞ്ചം സൃഷ്ടിക്കാൻ സാധിക്കും, മനസ്സിൽ ഇത്രയും ഒരു ആനന്ദം. ആനന്ദം വെച്ചാൽ മഞ്ഞ് സങ്കടമാണ്. മഞ്ഞ് വായിച്ചിട്ടുണ്ടല്ലോ, പക്ഷെ ആ ഭാഷ, ആ ഒരു അന്തരീക്ഷം, നൈനിത്തോൾ അന്തരീക്ഷം, എല്ലാവരും കാത്തിരിക്കുകയല്ലേ, പ്രകൃതിയും കാത്തിരിക്കുകയാണ്, നൈനിത്തോൾ കാത്തിരിക്കുകയാണ് വിരുന്നുകാർക്ക് വേണ്ടി. അപ്പൊ എംടി കൊണ്ടുവന്ന ലിറിക്കലായിട്ടുള്ളൊരു ഭാഷ അത് വല്ലാതെ നമ്മളെ ഉലച്ചു, പ്രത്യേകിച്ചും ആ ഒരു പ്രായം കൂടി പരിഗണിക്കുമ്പോൾ. അങ്ങനെ എംടിയുടെ എല്ലാ സാഹിത്യവും എടുത്തു വായിച്ച് സാഹിത്യത്തോട് ഭ്രമം തോന്നുകയും ക്രിക്കറ്റ് കളിക്കാരനാവണം എന്നുള്ള മോഹം സ്വാഭാവികമായിട്ടും അസ്തമിക്കുകയും എഴുത്തുകാരനാവണം എന്ന ആഗ്രഹം. പിന്നെ അങ്ങനെ ശ്രമിച്ച് ഒരു ട്രയൽ ആൻഡ് എറർ. കാരണം ഈ ഭാഷ പഠിക്കാത്തത് കൊണ്ട് വലിയ പ്രശ്നമാണ് എഴുത്തിൽ. കാരണം ഒരു കൃത്യമായിട്ടുള്ള വാക്ക് ഒരു സ്ഥലത്ത് പ്രയോഗിക്കണം, അത് കിട്ടാതെ വരുമ്പോൾ തോന്നും, ഈശ്വര ഞാൻ ഭാഷ പഠിച്ചില്ലല്ലോ, ഇതിനെന്താണ് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ട വാക്ക് ഇവിടെ. അങ്ങനെ അതിൻ്റെ വിഷമങ്ങളുണ്ട്. വായിച്ചുണ്ടാക്കിയ ഒരു ഭാഷയാണ് എൻ്റെ ഭാഷ. അപ്പോൾ ചില സമയത്ത് ചില വാക്കുകൾ, ഇപ്പോൾ ഒരു കഥയിൽ ഞാൻ കഴിഞ്ഞ വർഷം ദേശാഭിമാനി ഓണപ്പതിപ്പിൽ എഴുതിയ കഥ മാരേജ് ജംഗ്ഷൻ എന്നാണ് കഥയുടെ പേര്. അപ്പോൾ അതിൽ ഫേഷ്യൽ എന്നൊരു വാക്ക് എനിക്ക് ഉപയോഗിക്കണം. പക്ഷെ ഇംഗ്ലീഷിൽ അവിടെ ഫേഷ്യൽ എന്ന് ഉപയോഗിച്ചാൽ അത് പൊന്തി നിൽക്കും. അപ്പോൾ അതിന് പറ്റിയൊരു മലയാളം വാക്ക് വേണം. ഞാനൊരു 2-3 ദിവസം ഭ്രാന്ത് പിടിച്ച് നടന്നു, കൃത്യമായൊരു വാക്ക് കിട്ടുന്നില്ല ഫേഷ്യൽ എന്നുള്ളത്. പെട്ടെന്ന് കിട്ടി, മുഖസ്നാനം. അപ്പൊ എനിക്ക് തോന്നി ഇത് കറക്റ്റാണ്. അപ്പൊ ഒരുപക്ഷെ ഭാഷയിൽ ഞാൻ പഠിച്ചിരുന്നു, ഭാഷയുമായിട്ട് കൂടുതൽ സമ്പർക്കമുണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇത്ര ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. പിന്നെ മറ്റൊന്ന്, ഈ ചില സമയത്ത് ഒരു പുതിയ വാക്ക് കിട്ടാതെ വരുമ്പോൾ ഞാനൊരു തമിഴ് വാക്ക് ഉപയോഗിക്കും. മനസ്സിലായില്ലേ? ഒരു പുതിയ മലയാള വാക്ക് ഒരു സ്ഥലത്ത് വേണം, അത് കിട്ടാതെ വരുമ്പോൾ ഒരു തമിഴ് വാക്ക് ഉപയോഗിച്ചാൽ അതൊരു പുതിയതാവും. എൻ്റെ ഇപ്പോൾ കഴിഞ്ഞ മാതൃഭൂമി ഓണപ്പതിപ്പിൽ അവസാനത്തെ വന്ന കഥയിൽ ബന്ധത്തിൽ വിരിശൽ വീണു എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ബന്ധത്തിൽ വിരിശൽ വീഴ്ച എന്താണ്? ബന്ധം വേർപെടുകയാണ്. ആ വിരിശൽ എന്നത് പുതിയ വാക്കാണ് അല്ലേ? അങ്ങനത്തെ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തണം. കാരണം അടിസ്ഥാനപരമായിട്ട് നമ്മൾ എഴുതുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു പുതുമയുണ്ടാവണം. പ്രമേയത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ പരിചരണത്തിലോ അല്ലെങ്കിൽ ഭാഷയിലോ ഒക്കെ എന്തെങ്കിലും ഒരു പുതിയ അനുഭവം വായനക്കാരന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എഴുതിയിട്ട് എന്താ കാര്യം, അല്ലേ? സാർ, അതുകൊണ്ടാണ് തമിഴും മലയാളവും ഒക്കെ കലർന്ന ഒരു ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ കാരണം വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു ഭാഷയുണ്ട്, അതായത് തിങ്കിങ് ലാംഗ്വേജ് എന്നൊരു ലാംഗ്വേജ് ഉണ്ട്. നമ്മളൊരു ഭാഷയിൽ ചിന്തിക്കുന്നു. അപ്പൊ ഞാൻ ജനിച്ചു വളർന്നതും വീട്ടിൽ സംസാരിക്കുന്നതും ഈ സമൂഹത്തിൽ സംസാരിക്കുന്നതും എല്ലാം തമിഴാണ്. അപ്പൊ എന്താ വെച്ചാൽ എൻ്റെ വിനിമയ ഭാഷ 80% തമിഴാണ്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് തമിഴിലാണ്. അപ്പൊ എഴുതുമ്പോൾ വിശപ്പ് എന്ന് എഴുതേണ്ട സ്ഥലത്ത് ചിലപ്പോൾ അറിയാതെ പശീന്നൊന്ന് എഴുതണം. അപ്പൊ എനിക്ക് ആദ്യം തോന്നി ഇതൊരു പോരായ്മയാണോ. എന്നോട് മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷ്, അദ്ദേഹം എൻ്റെ ഗുരുനാഥനാണ്,
അദ്ദേഹം പറഞ്ഞു അത് പോരായ്മയല്ലടോ, താൻ ഒരു ഭാഷയ്ക്കുള്ളിൽ മറ്റൊരു ഭാഷ ഉണ്ടാക്കുകയാണ്. ഒരു ഭാഷ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ മറ്റൊരു ഭാഷ നിങ്ങൾ ഉണ്ടാക്കുകയാണ്, നിങ്ങളുടെ ഐഡന്റിറ്റി അതാണ്, അങ്ങനെ തന്നെ എഴുതൂ എന്ന് മാഷ് പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് കുറെ കൂടി ധൈര്യമായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുമ്പോൾ അത് അങ്ങനെ എഴുതിപ്പോവും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ തിങ്കിങ് ലാംഗ്വേജ് തമിഴാണ്. തമിഴിൽ ചിന്തിക്കുന്നു എൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ അത് കറക്റ്റും കേട്ടോ. ഷൗണ്ടി എല്ലാ ഭാഷകൾക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ആൾക്കാരൊക്കെ ഇത്രമാത്രം ഹൃദയസ്പർശിയായിട്ട് ഇത് സ്വീകരിക്കാൻ കാരണം അതെന്തായിട്ടൊക്കെ? അതിലത്തെ ലൈഫ് തന്നെയാണ്. കാരണം അടിസ്ഥാനപരമായിട്ട് ലിറ്ററേച്ചർ അഡ്രസ്സ് ചെയ്യുന്നത് മനുഷ്യ ജീവിതത്തിൽ തന്നെ. നമ്മൾ എന്തൊക്കെ സർക്കസ് കാണിച്ചാലും ആഖ്യാനത്തിൽ പുതുമ കൊണ്ടുവന്നു, ഭാഷയിൽ പുതുമ കൊണ്ടുവന്നു. ലൈഫ് എന്നൊരു സാധനം, മനുഷ്യ ജീവിതം, ഹ്യൂമൻ എലമെന്റ് ഇല്ലാത്ത ഒന്നും നിലനിൽക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കോളൂ, പുതിയ ആഖ്യാനം കൊണ്ടുവരൂ, പുതിയ ഭാഷ കൊണ്ടുവരൂ. പക്ഷെ അത് ലൈഫ് അതിൽ മിസ്സിങ് ആണെങ്കിൽ പിന്നെ അത് നിൽക്കില്ല. ഇന്നിപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറുടെയും പൊറ്റേക്കാടും തകഴിയും ദേവും എം.ടിയും പത്മനാഭനും മാധവിക്കുട്ടിയൊക്കെ നിൽക്കുന്നത് ഇന്നും എന്തുകൊണ്ട്? അവരുടെ ജീവിതമുള്ളത് കൊണ്ടാണ്, അല്ലേ? അപ്പോ ആ ഷൗണ്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ, ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റിയിൽ മരണാനന്തര ക്രിയകൾ നടക്കുമ്പോൾ 13 ദിവസമാണ് ഞങ്ങളുടെ മരണാനന്തര ക്രിയ. ഓരോ സമുദായത്തിൽ ഓരോ പോലെ ആയിരിക്കും. ചിലർക്ക് 16 ആയിരിക്കും, 16-ാം അടിയന്തരം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഞങ്ങളുടെ 13ആണ്. അതിൽ 11-ാമത്തെ ദിവസം നടക്കുന്ന ക്രിയയാണ് ശൗണ്ഡീകരണം. അപ്പൊ അതായത് മരിച്ചുപോയ ഒരാള്, ഇത്രയും കാലം ഒരു വീട്ടിൽ ജീവിക്കുന്ന ആള്, അയാളുടെ ഭൗതിക ശരീരമേ വീട് വിട്ടു പോകുന്നുള്ളൂ. അയാളുടെ ആത്മാവ് ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടാവും. കാരണം ഇത്രയും കാലം ജീവിച്ചൊരു വീട്, ഇത്രയും കാലം ഇടപഴകിയ ആളുകൾ, ഇവരെയൊക്കെ വിട്ടത് പോവില്ലേ. അപ്പോൾ ഈ ആത്മാവിനെ, മരിച്ചുപോയ പ്രേതത്തിന്റെ ആത്മാവിനെ ഒരാളിലേക്ക് ആവാഹിച്ച് യാത്രയാക്കുന്നു. അതാണ് സപിണ്ഡീകരണം. അതാണ് അരി കൊണ്ട് ഒരു ഈ ചോറുരുളയില്ലേ, ചോറുരുളങ്ങനെ കുഴച്ചിട്ട് ഒരു അമ്മിക്കല്ലിന്റെ ആകൃതിയിലുണ്ടാക്കും. അതിന് ദർഭ കൊണ്ട് 2ആയിട്ട് പകുക്കും. മാതൃവർഗം, പിതൃവർഗം. അപ്പം മരിച്ചുപോയത് പുരുഷനാണെങ്കിൽ പിതൃവർഗത്തോട് സംയോജിപ്പിക്കും, സ്ത്രീ ആണെങ്കിൽ മാതൃവർഗത്തോട് സംയോജിപ്പിക്കും. അതാണ് സപിണ്ഡീകരണം. അത് തേഞ്ഞ ശൗണ്ഡീകരണമായതാണ്. അത് ചെയ്യുന്ന ആളുടെ പേരാണ് ശൗണ്ഡി. അതായത് ഈ പ്രേതത്തിന്റെ ആവാഹനം ഏറ്റുവാങ്ങുന്ന ഒരു മനുഷ്യൻ. അപ്പോ ഒരു സാധാരണ മനുഷ്യൻ ഒരു പ്രേതത്തിന്റെ ആത്മാവിനെ ഏറ്റുവാങ്ങുമോ? അപ്പൊ എന്തുകൊണ്ടാണ് അയാളത് ചെയ്യുന്നത്? വരുമാനം, വയറ്റുപഴപ്പ്, ജീവിതത്തിലെ ഗതികേട് കൊണ്ട് ജീവിക്കാൻ ഗതിയില്ലാതെ വരുമ്പോ ആണ് ഒരാൾ ശൗണ്ഡിയായി തീരുന്നത്. അപ്പൊ എന്താ വെച്ചാൽ നല്ല ഊണ് കിട്ടും, നല്ല സദ്യ കൊടുക്കണം. ശൗണ്ഡീകരണം കഴിഞ്ഞാൽ ശൗണ്ഡിക്ക് പല വിഭവങ്ങള്, മാമ്പഴം, ചക്കപ്പഴം, പായസം ഒക്കെ കൂട്ടിയിട്ടുള്ള ഊണ് അയാളത് വിസ്തരിച്ചു. പിന്നെ ഒരു ദക്ഷിണ കൊടുക്കണം. വടി, വിശറി, മുണ്ട്, കൊട, ഇതൊക്കെ അവർ ബുക്കും എവിടെയെങ്കിലും. അപ്പൊ ഇതിന്നൊക്കെ ഒരു വരുമാനം കിട്ടും. അപ്പൊ അടിസ്ഥാനപരമായിട്ടൊരു മനുഷ്യൻ ശൗണ്ഡിയാവുന്നത് ദാരിദ്ര്യം കൊണ്ടാണ്. പക്ഷെ അയാൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നില്ല. അപ്പോ എന്താ വെച്ചാൽ ഒരേ സമയം ശൗണ്ഡി ഇല്ലാതെ മരണാനന്തര ക്രിയകൾ നടക്കില്ല. അതേസമയം ശൗണ്ഡിയെ കാണുന്നത് സമുദായത്തിൽ ഒരു ദുർനിമിത്തം, ദുശകുനാണ്. ആലോചിച്ച് നോക്കൂ അയാളുടെ ദുരന്തം. അപ്പൊ ഒരേ സമയം സമുദായത്തിൽ അയാൾ ഇൻസൈഡറുമാണ് ഔട്ട്സൈഡറും. അയാൾ ഇല്ലാണ്ട് മരണാനന്തരക്രിയ നടക്കില്ല. പക്ഷെ അയാളെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത്, വിവാഹം അല്ലെങ്കിൽ ഒരു അമ്പലം എവിടെയെങ്കിലും വെച്ച് അയാളെ കണ്ടാല് അത് ദുശകുനമാണ്. അപ്പൊ ഒരേ സമയം സമുദായത്തിന്റെ അകത്തും പുറത്തുമായി ജീവിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ. അതാണ് എന്നെ, ആ ഒരു തോട്ട് നിന്നാണ് എനിക്ക് ഈ നോവൽ, ഇതിൽ വർക്ക് ചെയ്യാൻ ഒരു മെറ്റീരിയൽ ഉണ്ട് എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ അങ്ങനെ കുറച്ച് ശൗണ്ഡികളൊക്കെ പരിചയപ്പെട്ടിട്ട് എന്ത് സാഹചര്യമാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചത്?
വഴി, ശൗണ്ഡീകരണത്തിലേക്ക് എത്തിപ്പെട്ട വഴി, അങ്ങനെ കുറെ വിവരങ്ങളൊക്കെ അറിഞ്ഞ ശേഷമാണ് ഞാൻ ഇത് എഴുതാൻ തുടങ്ങി. ഇപ്പോഴും ആ ചടങ്ങ് അവിടെ നടക്കണ്ടോ സർ? ഉണ്ട്, എപ്പോഴും ഉണ്ട്. ഞാൻ ചെയ്തു. എൻ്റെ അച്ഛൻ മരിച്ചു 3 കൊല്ലം മുമ്പ്, 4 കൊല്ലം മുമ്പ് അച്ഛൻ മരിച്ചപ്പോൾ ശൗണ്ഡീകരണം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനാണ് മൂത്ത മകൻ. അപ്പൊ ഞാനാണ് ക്രിയകളൊക്കെ ചെയ്യേണ്ടത്. ഞാൻ തന്നെയാണ് ശൗണ്ടിക്ക് ഭക്ഷണം കൊടുത്തതും ദക്ഷിണ കൊടുത്തതും യാത്രയാക്കിയതും എല്ലാം. പിന്നെ ഇപ്പൊ എന്താച്ചാൽ ഈ ശൗണ്ഡീകരണത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെക്കാൾ വരുമാനം കിട്ടുന്ന പല തൊഴിലുകൾ ഇന്നുണ്ട്. ഒരു ദിവസം ഒരു തൊടിയിൽ കളിക്കാൻ പോയ 1000 രൂപ കിട്ടും. പുല്ല് പറിച്ചു, വിറക് വെട്ടി കൊടുത്തു, തേങ്ങ പൊളിച്ചു കൊടുത്തു, 1000 രൂപ കിട്ടും. അയാൾക്കിപ്പോ ശൗണ്ഡീകരണം ആവേണ്ട ആവശ്യമില്ല. എന്തിനു ഞാൻ ഈ അവഹേളനം സഹിക്കണം സമുദായത്തിലെ? അപ്പൊ ഇപ്പൊ എന്താ വെച്ചാൽ ശൗണ്ഡികളുടെ എണ്ണമൊക്കെ കുറഞ്ഞു. ഇപ്പോ കൂർച്ചം എന്നൊരു സങ്കല്പമാണ് ഇപ്പൊ നടത്തണ പലരും. അതായത് ദർഭ, വെളുത്ത ദർഭ പുല്ലില്ലേ, ദർഭ പുല്ല് കൊണ്ട് ഒരു രൂപം കെട്ടിയുണ്ടാക്കി ശൗണ്ഡിയായിട്ട് സങ്കല്പിച്ച് അതിലേക്ക് ആവാഹിക്കും. അപ്പൊ ഈ നഗരങ്ങളില് ഇപ്പൊ ബോംബെയിൽ ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ ദുബായിൽ ഒരാൾ മരിച്ചു, ശൗണ്ടിയെ കിട്ടുമോ ദുബായില്? അപ്പൊ കൂർച്ചം എന്ന സങ്കല്പം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ മാതൃഭൂമി ഓണപ്പതിപ്പിലത്തെ എന്റെ കഥ അതായിരുന്നു, കൂർച്ചം. അതായത് ദുബായിൽ നടക്കുന്ന ഒരു ശൗണ്ഡീകരണമാണ്. അവിടുന്ന് കൽപ്പാത്തിയിൽ നിന്ന് ഒരാളെ ഫ്ലൈറ്റിൽ കൊണ്ടുവന്ന് അവിടെ ശൗണ്ഡീകരണത്തിന് കൊണ്ടുവരുന്ന ഒരു കഥയാണ് ഇത്തവണ മാതൃഭൂമി ഓണപ്പതിപ്പിൽ ഞാൻ എഴുതിയത്. അപ്പോൾ കാലം മാറി. പിന്നെ ഉള്ള ശൗണ്ടികൾക്ക് തന്നെ ഇപ്പൊ മൊബൈലൊക്കെ. പണ്ടൊക്കെ ചായ്പിൽ പോയി വിളിക്കണം. കൽപ്പാത്തിയിലൊരു ചായ്പുണ്ട്, അവിടെ പോയി പറയണം നാളെ വാട്ടോ ഇന്ന സ്ഥലത്ത് ശൗണ്ഡീകരണമാണ്. ഇപ്പൊ അവിടെ പോകേണ്ട ആവശ്യമില്ല, മൊബൈലിൽ വിളിച്ച് പറഞ്ഞാൽ മതി. അവരും യൂട്യൂബിൽ സിനിമകൾ കാണുന്നു. കാലത്തിൽ വന്നൊരു മാറ്റം. പിന്നെ സാർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരാണ് ഈ എഴുത്തിലേക്ക് വരുന്ന സമയത്ത്? അതായത് ഞാൻ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ധാരണ എഴുത്തിനെ കുറിച്ച്, എഴുത്ത് വെച്ചാൽ അതിൽ ആദ്യം മധ്യാന്ത പൊരുത്തമുള്ള ഒരു കഥയുണ്ടാവണം, ഇതായിരുന്നു എൻ്റെ ധാരണ. കാരണം ഞാൻ ഈ ടി പത്മനാഭൻ, SK പൊറ്റേക്കാട് ആ ഒരു സ്കൂളിൽ നിന്ന് വന്ന ആളാണ്. അപ്പൊ ആ കാലത്തൊക്കെ എങ്ങനെയാ വെച്ചാൽ ഒരു കഥ എന്ന് പറഞ്ഞാൽ അതിലൊരു കഥയുണ്ടോ, ആദ്യ മധ്യാന്ത പൊരുത്തമുള്ള ഒരു തുടക്കം, ഒരു ക്രമാനുഗതമായ പുരോഗതി, ഒരു അവസാനം. അങ്ങനെ ഒരു കഥയ്ക്കുള്ളിൽ ഒരു കഥയുണ്ടാവും. അപ്പൊ എൻ്റെ ധാരണ കഥ എന്ന് പറഞ്ഞാൽ അതൊരു കഥയുണ്ടാവണം എന്നുള്ളതായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ എഴുതി, കുറെ കഥകൾ എഴുതി, പത്രങ്ങൾക്ക് അയച്ചു, എല്ലാം തിരിച്ചു വരും. അപ്പൊ എനിക്ക് തോന്നി എവിടെയോ വെച്ച് എനിക്ക് എഴുത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്. കാരണം ഒരു ഗൈഡിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. സംബഡി ഷുഡ് ഗൈഡ് മീ എന്ന് തോന്നി. അപ്പൊ എന്നെ സ്കൂളിൽ പഠിപ്പിച്ച എൻ്റെ മാഷാണ് മുണ്ടൂർ കൃഷ്ണൻകുട്ടി. അദ്ദേഹം പ്രശസ്തനായ എഴുത്തുകാരനാണ്. അപ്പൊ അദ്ദേഹത്തെ കൊണ്ട് കഥ കാണിച്ചു. അപ്പൊ അദ്ദേഹം വായിച്ചിട്ട് പറഞ്ഞു, താൻ എപ്പോഴും MTയുടെ ക്ലച്ചസിലാണ്, MTയുടെ സ്കൂളിലാണ് താൻ എപ്പോഴും നിൽക്കുന്നത്. മലയാള സാഹിത്യം MTയിൽ നിന്നൊക്കെ എവിടെയോ പോയി കഴിഞ്ഞു. പുതിയ എഴുത്തുകാരെ വായിക്കണം. മലയാളത്തിൽ എന്ന ആധുനികത കത്തി നിൽക്കുന്ന സമയമാണ് 80കൾ. എൻ്റെ ആദ്യത്തെ കഥ അച്ചടിച്ച് വരുന്നത് 79. അപ്പൊ M മുകുന്ദൻ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, സേതു, MP നാരായണപിള്ള, കാക്കനാടൻ, OV വിജയൻ, സുകുമാരൻ, ഇങ്ങനെ ഒരു നിര മോഡേണിറ്റി, മലയാളത്തിലും ആധുനിക സാഹിത്യം, അവരുടെയൊക്കെ വായിക്കണം. എന്നാലേ തൻ്റെ ഈ കാഴ്ചപ്പാടും മാറുള്ളൂ. ഇനി കുറച്ചു കാലത്തേക്ക് താൻ എഴുതണ്ട. അങ്ങനെ ഞാനപ്പോൾ ഇവരെയൊക്കെ മൂടി വെച്ച് പുതിയ ആധുനികരെയൊക്കെ എടുത്ത് വായിക്കാൻ തുടങ്ങി. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, കഥ എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യ മധ്യാന്ത പൊരുത്തമുള്ളൊരു കഥയുടെ ആവശ്യമില്ല. അതായത് ഒരു തുടക്കം, ഒരു ക്രമാനുഗതമായ പുരോഗതി, ഒരു അവസാനം, അതിൻ്റെ ആവശ്യമില്ല. ജീവിതത്തിലെ ഒരു നിമിഷം, ഹൃദയസ്പർശിയായ ഒരു ജീവിതാനുഭവം, ആ ഒരു നിമിഷത്തെ എടുത്ത് അതിനൊരു പുതിയ വ്യാഖ്യാനം നൽകിയാൽ മതി. അതിനിത്ര പെരുപ്പിച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ടച്ചിങ് ആയിട്ടുള്ള, ജീവിതവുമായി ബന്ധമുള്ള ഒരു നിമിഷം, ആ നിമിഷത്തെ എടുത്ത് അതിനൊരു പുതിയ വ്യാഖ്യാനം,
നൽകിയാൽ അത് കഥയാവും. അപ്പൊ എൻ്റെ ഈ മോഡേൺ റൈറ്റേഴ്സിനെയൊക്കെ വായിച്ച ശേഷം എഴുതി തുടങ്ങിയപ്പോൾ എഴുത്തിൽ മാറ്റം വന്നു. അപ്പോൾ മാഷ് പറഞ്ഞു ഇപ്പൊ താൻ ട്രാക്കിൽ വന്നു. അങ്ങനെ പിന്നെ മാഷ് കറക്റ്റ് ചെയ്ത് തരാൻ തുടങ്ങി. പിന്നെ ഞാനതിനെ പകർത്തി എഴുതും. സമാന്തരമായിട്ട് വായനയും നടക്കുന്നുണ്ട്. എഴുതാനുള്ളൊരു ശ്രമം നടക്കുമ്പോൾ തന്നെ സമാന്തരമായിട്ട് വായനയും ഗംഭീരമായിട്ട് നടക്കണ്ടേ. അന്നൊക്കെ ഒരു ദിവസം 15-16 മണിക്കൂർക്ക് വായിക്കും. ഈ മൊബൈലൊന്നും ഇല്ലല്ലോ. ഇന്ന് നമ്മളുടെ സമയം മുഴുവൻ ഈ മൊബൈലിലല്ലേ. അന്ന് വേറെ ഒരു എന്റർടൈൻമെന്റ് ഇല്ല. അപ്പോൾ ഇരുന്ന് വായന തന്നെ. രാത്രിയൊക്കെ 1 മണി 2 മണിയിലേക്ക് ഇരുന്ന് വായിക്കും. അപ്പോൾ സമാന്തരമായിട്ട് വായനയും നടക്കുന്നു, എഴുതാനുള്ള പരിശ്രമങ്ങളും നടക്കുന്നു. അങ്ങനെയാണ് എഴുതി. അപ്പോൾ കൃഷ്ണൻകുട്ടി മാഷ്, പിന്നെ സേതുമാധവൻ മാഷ്, മുണ്ടൂർ സേതുമാധവൻ, അദ്ദേഹത്തെ കാണിക്കാനാണ് എളുപ്പം എനിക്ക്. കാരണം എൻ്റെ വീട്ടിന്റെ അടുത്താണ്. ഇപ്പൊ ഉണ്ടോ സാർ? ഇപ്പോഴും അദ്ദേഹം ഉണ്ടല്ലോ സുൽത്താൻ ബത്തേരില്. പക്ഷെ കുറച്ച് രൂക്ഷമായിട്ട് വിമർശിക്കും. മറ്റേയാള് സോഫ്റ്റാണ്. കൃഷ്ണൻകുട്ടി മാഷ് വളരെ മയത്തിൽ പറയും. ഇദ്ദേഹത്തിന് മയവില്ല, വളരെ രൂക്ഷമായിട്ട് പറയും. അപ്പൊ നമുക്കത് ആദ്യം വിഷമം തോന്നും, പിന്നെ തോന്നുമോ മാഷ് പറഞ്ഞത് ശരിയാണല്ലോ. അപ്പൊ ആ വിമർശനം കേട്ടാലും ഞാൻ പിന്നെയും മടികൂടാതെ അദ്ദേഹത്തോട് പോയി കഥകൾ കാണിക്കുമായിരുന്നു. അപ്പൊ ഇവര് രണ്ടുപേരുമാണ് എന്നെ വാർത്തെടുത്ത, അല്ലെങ്കിൽ എൻ്റെ എഴുത്തിനൊരു ദിശ ഉണ്ടാക്കിയ, എഴുത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കി തന്ന എൻ്റെ പ്രത്യക്ഷ ഗുരുക്കന്മാർ മുണ്ടൂർ കൃഷ്ണൻകുട്ടിയും മുണ്ടൂർ സേതുമാധവനാണ്. യുവതലമുറയോട് സാർക്ക് എന്താണ് പറയാനുള്ളത്? യുവതലമുറയിൽ ഉള്ള ഒരു നന്നായിട്ട് എഴുതുന്ന മിടുക്കന്മാരുണ്ട്, മിടുക്കി കുട്ടികളുമുണ്ട്. പക്ഷേ ഈ സമൂഹ മാധ്യമം എന്നതൊരു വലിയ കെണിയാണ്. കാരണം വളരെ പെട്ടെന്ന് പ്രശസ്തി കിട്ടുന്ന ഒരു മാധ്യമമാണ്. അതായത് അമ്മ ആർക്ക് വേണമെങ്കിൽ എഴുതാം. അവിടെ ഒരു എഡിറ്ററുടെ ആവശ്യമില്ല. ഉണ്ടോ? അതുകൊണ്ടാണ് ഈ പേന എടുത്തവനൊക്കെ എഴുത്തുകാരനായത്. കാരണം ആർക്ക് വേണമെങ്കിൽ എഴുതി പബ്ലിഷ് ചെയ്തൂടെ. ഫേക്ക് അക്കൗണ്ടുകൾ, ഒരാൾക്ക് തന്നെ 2-3 അക്കൗണ്ടുകൾ വേറെ പേരിൽ, ഗ്രൂപ്പുകൾ, ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കും. തൻ്റെ കഥയെക്കുറിച്ച് താൻ തന്നെ നിരൂപണം നടത്തും. സുഹൃത്തുക്കളെ കൊണ്ട് നല്ലത് എഴുതിപ്പിക്കുക. ഇങ്ങനെയൊക്കെ വളഞ്ഞ വഴിയിലൂടെ പ്രശസ്തി നേടാനുള്ളൊരു ശ്രമം. അതേപോലെ അവർ പുറത്തു വരുന്ന പുസ്തകങ്ങൾ പെട്ടെന്ന് വിറ്റുപോകാനുള്ള ഇത്തരം നീക്കങ്ങൾ, ഇതിനോടൊക്കെ എനിക്ക് വലിയ വിയോജിപ്പുണ്ട്. അതിലൊക്കെ ഒരുപാട് പുതിയ കുട്ടികൾ പെട്ടുപോകണ്ടോ എന്നൊരു സംശയമുണ്ട്. നമ്മളൊക്കെ എങ്ങനെയാ വെച്ചാല് പോസ്റ്റ്മാനെയും കാത്തിരിക്കലാണ് നമ്മുടെ എഴുത്തുകാലത്ത് പണി. കാരണം ഓരോ പത്രങ്ങൾക്ക് ഓരോന്ന് അയച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് പ്രസിദ്ധീകരിക്കുമല്ലയോ. അപ്പൊ അകത്ത് സ്റ്റാമ്പ് ഒട്ടിച്ച കവർ വെച്ചിട്ടാണ് അയക്കുക. പ്രസിദ്ധീകരിക്കുന്നില്ലെങ്കിൽ തിരിച്ചയക്കണം. അപ്പൊ പാലക്കാട് നിന്ന് തിങ്കളാഴ്ച പോണ കഥ ബുധനാഴ്ച മാതൃഭൂമി ആഴ്ചപ്പതിപ്പൊന്ന് തിരിച്ചു വരും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ ഒരു ദിവസം, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഒരു ദിവസം. അപ്പൊ ഇത് പത്രാധിപർ വായിക്കണില്ല എന്നായ സംശയം. അപ്പൊ എന്ത് ചെയ്തു പറയാം, ഞാൻ ചോറിന്റെ വെറ്റില്ലേ, ഓരോ പേജിലും ചോറിന്റെ വെറ്റ് ഇങ്ങനെ വെക്കും. എന്നിട്ട് അതിന്റെ മുകളിൽ അടുത്ത് 10ാമത്തെ പേജാണെന്ന് വെക്കുക, അതിലിങ്ങനെ ചോറിന്റെ വെറ്റ് അറ്റത്ത് വെച്ചിട്ട് 9ാമത്തെ പേജ്, 8ാമത്തെ, അങ്ങനെ. അപ്പൊ എന്താ വെച്ചാൽ ഒരു പേജ് എടുത്ത് മാറ്റി അത് വേർപെട്ട് വരും. അപ്പൊ പത്രാധിപർ വായിക്കേണ്ടതെന്ന് മനസ്സിലാവും. ഞാൻ അങ്ങനെയൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്. എഴുത്തിൽ നിന്നും പുതിയ എഴുത്തിലേക്ക് സാർ ഇപ്പോൾ വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് എഴുത്തിൽ വന്നത്? ജീവിത പരിസരങ്ങൾ മാറി. അതായത് തിരഞ്ഞെടുക്കുന്ന ജീവിത സന്ദർഭങ്ങൾ പ്രമേയപരമായിട്ട് മാറി, ആഖ്യാനം മാറി, കഥ പറയുന്ന രീതി മാറി, ഭാഷയിൽ മാറ്റം വന്നു. ഇതൊക്കെ തന്നെയാണ് എഴുത്തിൽ വന്ന മാറ്റം. പിന്നെ ഇതൊക്കെ അനിവാര്യവുമാണ്. ഇതൊക്കെ നിശ്ചയമായിട്ടും സാഹിത്യത്തിൽ സംഭവിക്കേണ്ടതാണ്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് 2 പ്രമേയങ്ങളേ ഉള്ളൂ എഴുത്തിൽ. ഒന്ന് ലവ് ആൻഡ് ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്, സ്നേഹവും അതിന്റെ ഓപ്പോസിറ്റ്. അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? വേർപാട്, വേദന,
വെറുപ്പ്, അല്ലേ, വിദ്വേഷം, ഇതൊക്കെ സ്നേഹത്തിന്റെ ഓപ്പോസിറ്റുകളാണ്. ഇത് വ്യക്തികൾ തമ്മിലാവാം, സമൂഹങ്ങൾ തമ്മിലാവാം, 2 ഗ്രാമങ്ങൾ തമ്മിലാവാം, 2 രാജ്യങ്ങൾ തമ്മിലാവാം. അടുത്ത സബ്ജക്റ്റ് മണി ആൻഡ് ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. സമ്പത്തിന്റെ ഓപ്പോസിറ്റുകൾ എന്ന് പറയുമ്പോൾ ദാരിദ്ര്യം വരും. ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന വഴികൾ വരും. യുദ്ധം, ഒരു യുദ്ധം കൊണ്ടൊരു ലോകം ദരിദ്രമായി കൂടെ? സുനാമി, പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് ദാരിദ്ര്യം സംഭവിക്കാം. അപ്പൊ വഴികൾ പലതാണ്, പക്ഷെ തീം ഒന്നാണ്. അപ്പൊ 2 തീമേ ഉള്ളൂ, ലവ് ആൻഡ് ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്, മണി ആൻഡ് ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. ഇത് ഏത് കാലത്തും ഈ 2 വിഷയങ്ങളല്ലേ എഴുത്തുകാർ എഴുതിയിട്ടുള്ളൂ. പക്ഷെ കാലം മാറുന്നതിനനുസരിച്ച് എഴുത്തിന്റെ രീതികൾ മാറും. പ്രമേയം മാറും, പ്രമേയം മാറില്ല, സന്ദർഭങ്ങൾ മാറും, ആഖ്യാനം മാറും, ഭാഷ മാറും. പുതിയ പുതിയ വാക്കുകൾ വരും, ശബ്ദധാരാവലിയിൽ ഇല്ലാത്ത വാക്കുകൾ വരും. ഇപ്പൊ മൊബൈൽ ഇറങ്ങിയ ഉടനെ നമ്മളിപ്പോഴും മൊബൈൽ തന്നെയാണ് പറയണത്, അല്ലേ? തമിഴ്നാട്ടിൽ എന്താ പറയാ? കൈപ്പേച്ചി. മറ്റേത് തൊലൈപ്പേച്ചി, ലാൻഡ് ഫോൺ തൊലൈപ്പേച്ചി. കയ്യിൽ പിടിച്ച് സംസാരിക്കുന്നത് കൈപ്പേച്ചി. അവരുണ്ടാക്കിയ പുതിയ വാക്കാണ്, അല്ലേ? മുഖസ്നാനം പുതിയ വാക്കല്ലേ, ശബ്ദധാരാവലിയില്ലത്. അപ്പോ പുതിയ വാക്കുകൾ വരും. പുതിയ വാക്കുകൾ വരുമ്പോഴാണ് സാഹിത്യം സമ്പന്നമാവുക. T.S. എലിയട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ വരെ എഴുതിയത് ഇന്നലത്തേതാണ് ഭാഷ, നാളത്തെ ഭാഷ പുതിയ സ്വരം തേടുന്നു. അപ്പൊ ഒരു ഭാഷ എങ്ങനെയാണ് സമ്പന്നമാവുക? അതിലേക്ക് പുതിയ വാക്കുകൾ വരുമ്പോ, പുതിയ പ്രയോഗങ്ങൾ വരുമ്പോ. ഇത് എഴുത്തുകാരന്റെ ചുമതലയാണ്. നമ്മൾ വിചാരിക്കുന്നു ശബ്ദധാരയിലുള്ള വാക്കുകൾ മാത്രമാണോ വാക്കുകൾ? അല്ല. ഇപ്പൊ വിജയൻ എഴുതുന്നു കണ്ണീരിന്റെ ഓതം. ഏത് കഥയിലാണ്? കടൽ തീരത്ത്. അപ്പോ ഓതം എന്ന് പറയണത് എന്താ? നമ്മൾ ഈ മഴക്കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ നിലത്തിൽ വരുന്ന നനവാണ് ഓതം, അല്ലേ? അതിനെ കണ്ണീരുമായിട്ട് കണക്ട് ചെയ്തപ്പോ അതിനൊരു പുതിയ മാനം കിട്ടിയില്ലേ? ഇങ്ങനെ പുതിയ വാക്കുകൾ കൊണ്ടുവരിക, ഭാഷയെ നവീകരിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഭാഷയും സാഹിത്യവും ഒക്കെ സമ്പന്നമാവുക. അതിനുള്ള ശ്രമമാണ് ഓരോ എഴുത്തുകാരനും നടത്തിക്കൊണ്ടിരിക്കുന്നത്, കേട്ടോ. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ജീവിതം മാറില്ല, സന്ദർഭങ്ങൾ മാറും. എഴുത്തിൽ നമ്മൾ കൊണ്ടുവരുന്ന സന്ദർഭങ്ങൾ മാറും, ആഖ്യാനം മാറും, പുതിയ വാക്കുകൾ വരും, പുതിയ ഭാഷയുണ്ടാവും. സാറുടെ മലയാളവും തമിഴും കലർപ്പുള്ള ഭാഷ പണ്ട് മുതലേ സാർ എഴുതാൻ തുടങ്ങിയപ്പോ തൊട്ട്? ഞാൻ പറഞ്ഞില്ലേ, തമിഴിൽ ചിന്തിക്കുന്നു എന്റെ മലയാളം. അപ്പൊ അന്നും ഈ വരുമ്പോ അറിയാതെ പശി, നിമ്മതിയൊക്കെ വരും എഴുത്തില്. അപ്പൊ അതൊരു പോരായ്മയാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ എന്റെ ഈ ഗുരുനാഥനായുള്ള കൃഷ്ണൻകുട്ടി മാഷാണ് പറഞ്ഞത് പോരായ്മയല്ല, തന്റെ ശക്തിയാണ്. ഭാഷയ്ക്കുള്ളിൽ മറ്റൊരു ഭാഷ താൻ ഉണ്ടാക്കുകയാണ്, അത് മറ്റൊരാൾക്ക് കഴിയില്ല. 2 ഭാഷ അറിയുന്നത് കൊണ്ടുള്ള ഗുണമാണ്. അപ്പൊ പിന്നെ ഞാനത് അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നു. പിന്നെ ഇപ്പൊ ഞാനത് ആ എഴുത്തിന്റെ ഒരു ഇത് മനസ്സിലാക്കിയത് കൊണ്ട് ഒരു കൃത്യമായ മലയാളം വാക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ബോധപൂർവം ഒരു തമിഴ് വാക്ക് അവിടെ ഇടും. അപ്പൊ അതിനൊരു പുതുമ കിട്ടും. തമിഴ് കുറെ കൂടി നൈസർഗികമായിട്ടൊരു മെയ് വഴക്കമുള്ള ഭാഷയാണ് മലയാളത്തെക്കാൾ. ഇപ്പൊ ഫാസ്റ്റ് ബൗളർ, ക്രിക്കറ്റിലെ ഫാസ്റ്റ് ബൗളർക്ക് നമ്മൾ മലയാളത്തിൽ എന്തു പറയും? തമിഴിൽ വേഗപ്പന്ത് വീച്ചാളർ എന്നാണ്. അങ്ങനെ ഒരു വാക്ക് നമുക്ക് മലയാളത്തിൽ ഫാസ്റ്റ് ബൗളർക്ക് ഉണ്ടാക്കാൻ പറ്റും? ഞാൻ കുറെ ആലോചിച്ചിട്ടുണ്ട്, ഇല്ല. തമിഴിൽ പെട്ടെന്ന് വന്നു വേഗപ്പന്ത് വീച്ചാളർ. അപ്പൊ സ്പിന്നർക്കോ ചുഴൽ പന്ത് വീച്ചാളർ. കാരണം ചുഴൽ ചെന്നാണ് സ്പിൻ. എത്ര പെട്ടെന്നാണത് അവരുണ്ടാക്കിയത്. അപ്പൊ എനിക്ക് തോന്നുന്നു നൈസർഗികമായിട്ടൊരു മെയ്വഴക്കമുള്ള ഭാഷയാണ് മലയാളത്തെക്കാൾ തമിഴ് എന്ന് തോന്നുന്നു. അവര് എന്തൊരു പുതിയ സാധനം വന്നാലും ഉടനെ അതിനൊരു പുതിയ തമിഴ് വാക്ക് ഉണ്ടാക്കും.
നമുക്ക് ഇപ്പോഴും മൊബൈൽ തന്നെയല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലേ? അതാണ്, അവരെല്ലാത്തിനും ഞാൻ നോക്കിയിട്ടുണ്ട്. എന്തൊരു പുതിയ സാധനം വന്നാലും ഉടനെ അതിനൊരു തമിഴ് വാക്ക് അവർ കണ്ടെത്താൻ ശ്രമിക്കും. ഭാഷയ്ക്ക് അതിനൊരു നൈസർഗികമായ മേവഴക്കമുണ്ട്. നന്നായി ക്രിക്കറ്റ് കളിക്കായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോ പിന്നെ ഞാൻ ഗ്രാമത്തിലെ ഫാസ്റ്റ് ബോളറായിരുന്നു, വേഗപ്പന്ത് വീച്ചാളറായിരുന്നു. പിന്നെ ഈ സാഹിത്യത്തിലേക്ക് തിരിഞ്ഞ പിന്നെയാണ് ക്രിക്കറ്റൊക്കെ വിട്ടത്. പക്ഷെ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാറുണ്ട് ക്രിക്കറ്റ്. അപ്പൊ ഇപ്പൊ പെൺകുട്ടികളുടെ വേൾഡ് കപ്പ് ജയിച്ചു ഇന്ത്യ, അത് ഞാൻ കണ്ടു, ഫൈനൽ കണ്ടു. അപ്പൊ ഇന്നലെ 2020 ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മാച്ച് ഉണ്ടായിരുന്നു, കണ്ടു. ഇപ്പൊ ഫോളോ ചെയ്യാറുണ്ട് ക്രിക്കറ്റ്. അങ്ങനെ എല്ലാ മാച്ചൊന്നും കണ്ടിരിക്കില്ല, പ്രധാനപ്പെട്ട മാച്ചുകൾ, ഫൈനൽസ്, അതൊക്കെ കാണും. അതിനെ കുറിച്ച് നിങ്ങൾ കഥ എഴുതിയിട്ടുണ്ടോ സാർ? ക്രിക്കറ്റിന്റെ താല്പര്യത്തിനെ കുറിച്ച്? ക്രിക്കറ്റിന്റെ ക്രിക്കറ്റിനെ കുറിച്ചും മാത്രമായിട്ട് എഴുതിയിട്ടില്ല. പാസിംഗ് റിമാർക്സ് പല കഥകളിലും വന്നു പോയിട്ടുണ്ട്. എല്ലാവരും പ്രതിഭാസമ്പന്നരായി ജനിക്കുന്ന എഴുത്തുകാരല്ല. ചിലർ ജന്മനാൽ എഴുത്തുകാരായിട്ട് ജനിക്കുന്നവരുണ്ട്. പി കുഞ്ഞിരാമൻ നായർ അങ്ങനത്തെ ഒരാളാണ്, കവിയാണ്. ചങ്ങമ്പുഴ, അവരൊക്കെ ജന്മനാൽ കവികളായി ജനിച്ചവരാണ്. അല്ലാത്തൊരു വിഭാഗമുണ്ട്, അവര് ട്രെയിൻഡ് റൈറ്റേഴ്സ് എന്ന് പറയും. അതായത് ട്രെയിനിങ്ങിലൂടെ ട്രെയിൻ ചെയ്തിട്ട് അവർ ഈ മാധ്യമത്തിൽ മാസ്റ്ററായി തീർന്ന എഴുത്തുകാരുണ്ട്. അതാണ് ഭൂരിഭാഗവും. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് തുടക്കത്തിലൊരു കുറച്ചൊരു ഇരുത്തം വന്ന എഴുത്തിനെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക് നമ്മളുടെ കഥ എഴുതി കാണിക്കുന്നു, അവർ കറക്റ്റ് ചെയ്ത് തരുന്നു. അങ്ങനെ കുറെ കഴിയുമ്പോൾ നമുക്ക് ആ മാധ്യമത്തിൽ ഒരു പിടുത്തം കിട്ടും. അപ്പൊ ഞാൻ അങ്ങനെയല്ലേ, കൃഷ്ണൻകുട്ടി മാഷയും സേതു മാഷയും കാണിച്ച് അവരൊക്കെ ചില കഥകൾ കംപ്ലീറ്റ് മാറ്റി എഴുതാൻ പറയും. ഈ കഥ ഇങ്ങനെയല്ല തുടങ്ങേണ്ടത്. അപ്പോഴാണ് അറിയണോ കഥയ്ക്കൊരു തുടക്കമുണ്ട്, എവിടെയാണ് ഒരു കഥ തുടങ്ങേണ്ടത്, ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ കഥ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്, എവിടെയാണ് ഈ കഥ അവസാനിപ്പിക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് ഒരു ഗൈഡ് ഉണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ. പിന്നെ ധാരാളം വായിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. സമാന്തരമായിട്ട് വായനയും നടക്കണം, അതേസമയം നമുക്കൊരു ഗൈഡും കൂടി ഉണ്ടെങ്കിൽ ഈ മാധ്യമത്തിലൊന്ന് കാലുറയ്ക്കണ വരെ. ഒരു കുട്ടി ജനിച്ചു, ആദ്യം എന്താ ചെയ്യാ, കമിഴും, പിന്നെ മുട്ടുകുത്തും, പിന്നെ ചുമര് പിടിച്ച് നിൽക്കും. അതിന് തന്നെ നിൽക്കാൻ തുടങ്ങാൻ ഒരു സമയം എടുക്കില്ലേ, അല്ലേ? ആ സമയം നമുക്കൊരു ഗൈഡിന് ഉണ്ടെങ്കിൽ നല്ലതാണ്. അതുകൊണ്ട് എഴുതാൻ വാസനയുണ്ടെങ്കിൽ എല്ലാവർക്കും എഴുത്തുകാരാവാൻ പറ്റുമോ? അപൂർവം ആളുകൾക്കല്ലേ ഈ സിദ്ധി കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വാസന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പരിപോഷിപ്പിക്കണം. അതിനെ ഈ ഭാഷയിൽ പഠിക്കുന്നതും എഴുതാൻ ശ്രമിക്കുന്നതും ചർച്ചകളിൽ പങ്കെടുക്കുന്നതും ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നതും ഒക്കെ ഗുണം ചെയ്യും. അങ്ങനെ വന്നവരല്ലേ ഇവരെല്ലാം. ഇന്നത്തെ മൗലികം എന്ന് പറഞ്ഞാൽ വളരെ മൗലികമായിട്ട് എഴുതുന്ന സുഭാഷ് ചന്ദ്രൻ, സന്തോഷ് ഏച്ചിക്കാനം, എസ് ഹരീഷ്, ഇവരൊക്കെ ഇങ്ങനെ ഓരോ ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്ത് കഥകളൊക്കെ തിരിച്ചയച്ചിട്ട് വന്നവർ തന്നെയാണ് കേട്ടോ. ചില മഹാഭാഗ്യവാന്മാർക്ക് അയച്ചു കൊടുക്കുന്ന ആദ്യത്തെ കഥ തന്നെ പ്രസിദ്ധീകരിക്കും. അതൊക്കെ ഭാഗ്യം ചെയ്തവര്, അത്രയ്ക്ക് സിദ്ധിയുള്ള ആൾക്കാര്. അതുകൊണ്ട് എഴുതാൻ വാസനയുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും എഴുതണം. അതൊരു അനുഗ്രഹമാണ്. എല്ലാവർക്കും എഴുത്തുകാരാവാൻ പറ്റില്ല. പിന്നെ MT സാർക്ക് എന്തെങ്കിലും എന്താണ് സജഷൻ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നോ എഴുതുമ്പോ? ഇല്ല, അപ്പോഴേക്കുമൊക്കെ ഞാൻ എന്റെ കഥകളൊക്കെ MT പ്രസിദ്ധീകരിക്കാൻ തുടങ്ങുമ്പോഴേക്കൊക്കെ ഇവിടെ എഴുത്തുകാരുടെ എണ്ണം വല്ലാതെ കൂടി. അപ്പൊ ഓരോ എഴുത്തുകാർക്കും കത്തെഴുതാൻ വന്നാൽ അദ്ദേഹത്തിന് അതിനെ സമയം ഉണ്ടാവുള്ളൂ. പക്ഷെ പണ്ടൊക്കെ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, MT കഥകളൊക്കെ തിരിച്ചയക്കുമ്പോൾ കത്ത് വയ്ക്കും. അതായത് ഈ കഥ ഇന്ന കാരണങ്ങളുണ്ട്, ഇതിൽ ഇന്ന മാറ്റങ്ങൾ വരുത്താനുണ്ട്, അങ്ങനെ ഒന്ന് മാറ്റി എഴുതിയിട്ട് വീണ്ടും അയക്കൂ എന്നൊക്കെ പറഞ്ഞ് MT നിർദ്ദേശങ്ങൾ കൊടുത്തതായിട്ട് മുതിർന്ന എഴുത്തുകാർ പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് MT കഥ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നല്ലാതെ സജഷൻസ് ഒന്നും MT തന്നിട്ടൊന്നുമില്ല. MT ഇവിടെ 3 തവണ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്റെ ഗുരുനാഥൻ എന്നുള്ള നിലയ്ക്ക് ഏതർത്ഥത്തിലാണ് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ, നമുക്ക് എത്രയോ ഗുരുനാഥന്മാരും വഴികാട്ടികളും ഒക്കെ ഉണ്ട്. പക്ഷേ
ഒരു ക്രിക്കറ്റ് കളിക്കാരനാവണം എന്ന് മോഹിച്ച് നടന്ന, ഭാഷ പഠിക്കാത്ത ഒരു അഗ്രഹാരത്തിലെ ഒരു തമിഴ് പയ്യൻ, അവന് സാഹിത്യത്തോട് കമ്പം തോന്നാൻ നിമിത്തമായത് MT ആണ്. ആ അർത്ഥത്തിലാണ് ഞാൻ അദ്ദേഹത്തെ, അതായത് എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയ ആൾ എന്ന നിലയ്ക്കാണ് ഞാൻ MT ഗുരുസ്ഥാനീയനായിട്ട് കാണുന്നത്. കാരണം അദ്ദേഹത്തിന്റെ സാഹിത്യം അന്ന് വായിച്ചില്ലായിരുന്നു എങ്കിൽ ഒരിക്കലും ഞാൻ ലിറ്ററേച്ചറിലേക്ക് വരില്ലായിരുന്നു. രഞ്ജി ടീമിലൊക്കെ ചിലപ്പോൾ കയറുമായിരുന്നു, അതിനുള്ള ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ വല്ല ബാങ്ക് ഉദ്യോഗസ്ഥനോ ഒക്കെ ആയിട്ട് ജീവിക്കുമായിരുന്നു, എഴുത്തിലേക്ക് ഒരിക്കലും വരില്ലായിരുന്നു. ആ വഴിത്തിരിവ് ഉണ്ടാക്കിയത് MT ആണ്. സാറ് വായിക്കാൻ ആ ബുക്ക് എടുത്തപ്പോ അതില് ബഷീറിന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നില്ലേ? അപ്പൊ പക്ഷെ എനിക്ക് മഞ്ഞാണ് ആദ്യം വായിക്കാൻ തോന്നിയത്. എനിക്ക് മതിലുകൾ, ബഷീറിന്റെ മതിലുകളും MTയുടെ മഞ്ഞാണ് എനിക്ക് വായിക്കാൻ തന്നതെന്ന് അമ്മാവൻ. മഞ്ഞാണ് എനിക്ക് ആദ്യം വായിക്കാൻ തോന്നിയത്. അതിലങ്ങോട്ട് വീണു. വായിച്ചിട്ടുണ്ടോ മഞ്ഞ എല്ലാവരും? എന്ത് ലിറിക്കലാണ് അതിന്റെ ഭാഷ അല്ലേ, ആ ഒരു അന്തരീക്ഷം. അതാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെ ഒരു പ്രമേയത്തോട് ഇതൊക്കെ ഇണങ്ങണം. അതായത് നൈനിത്തോൾ, ആ നൈനിത്തോൾ വിനോദസഞ്ചാര കേന്ദ്രം വന്നത് കൊണ്ടാണ് MTക്ക് ആ ഭാഷ എടുക്കേണ്ടി വന്നത്. രണ്ടാമൂഴത്തിൽ MT ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ വേറെയല്ലേ. അപ്പൊ പ്രമേയത്തിന് ഇണങ്ങുന്ന തരത്തിലുള്ള ഒരു ഭാഷ. പിന്നെ കാത്തിരിപ്പ്, എല്ലാവരും അതിൽ കാത്തിരിക്കുകയാണ്. വിമല കാത്തിരിക്കുന്നു, ബുദ്ധു കാത്തിരിക്കുന്നു, സർദാർജി കാത്തിരിക്കുന്നു, പ്രകൃതി കാത്തിരിക്കുന്നു, കാലം കാത്തിരിക്കുന്നു. ആ ഒരു കാത്തിരിപ്പ് എന്നൊരു സംഭവം. പിന്നെ സാർ പ്രണയത്തിനെ കുറിച്ച് എഴുതിയിട്ടില്ലേ? അപ്പോ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പ്രണയിച്ചിട്ടുണ്ട്. പ്രണയത്തെ കുറിച്ച് എന്താ പറയാ, നമുക്ക് ഏത് കാലത്തും ഏത് പ്രായത്തിലും പ്രണയിക്കാം. അതിന് ഇതൊന്നുമില്ല, എക്സ്പയറി ഇത്രാമത്തെ വയസ്സിലെ പ്രേമിക്കാൻ പാടുമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഏത് കാലത്തും, പ്രത്യേകിച്ച് കലാകാരനാവുമ്പോ, കലാകാരന്മാർ അടിസ്ഥാനപരമായിട്ട് സങ്കല്പ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇമാജിനറി വേൾഡിൽ അവരകത്തുണ്ടാക്കുന്ന ഒരു ലോകമുണ്ട്. ഈ കാണുന്ന പുറമേയുള്ള ലോകമല്ല, അകത്തൊരു ലോകമുണ്ട്. ഇന്നർ വേൾഡ് എന്ന് പറയില്ലേ, ഇമാജിനറി വേൾഡ്. അതാണ് കലാകാരന്റെ ഏറ്റവും വലിയ ശക്തി. ഈയിടെ ഞാനൊരു അഭിമുഖം കണ്ടു. അപ്പൊ ഭാരതിരാജ, അറിയില്ലേ ഭാരതിരാജ, തമിഴിലെ വലിയ ഫിലിം മേക്കർ അല്ലേ, അലൈകളോ ഇവതില്ലേ, മുതൽ മര്യാദ, 16 വയതില്ലേ. അദ്ദേഹം പറയണേ 90 വയസ്സിലേ എന്നാലെ കാതലിക്ക മുടിയെന്നാ പറയുന്നത്. വൈ? ബിക്കോസ് ഈസ് എ കലാകാരൻ, ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ്. പിന്നെ ആവർത്തിച്ചാൽ വിരസമാവാത്തൊരു വികാരമാണ് പ്രണയം. അതുകൊണ്ട് ഞാൻ ധാരാളം പ്രണയകഥകൾ എഴുതിയിട്ടുണ്ട്. ഭാഷാ വിദ്യാർത്ഥികളായ നിങ്ങളെയൊക്കെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞതിൽ ഒരെഴുത്തുകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇന്ന് പൊതുവെ എല്ലാ ഭാഷകളും വലിയ വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ 14 ദിവസം കഴിയും തോറും ഒരു ഭാഷ മരിക്കുന്നു എന്നാണ് വേൾഡ് ലാംഗ്വേജ് കൗൺസിലിൻ്റെ കണക്ക്. അവരെ ഡൈയിങ് ലാംഗ്വേജസ് എന്ന് പറയുന്ന ഒരു പട്ടിക ഇറക്കിയിട്ടുണ്ട്. അതിൽ അമേരിക്കയിൽ മാത്രം 170ഓളം ഭാഷകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തോന്നും അമേരിക്കയിൽ ഇത്രയധികം ഭാഷകളുണ്ടോ, ഒരു ഭാഷയല്ലേ ഉള്ളൂ ഇംഗ്ലീഷ് എന്ന് തോന്നും. പക്ഷേ ഓരോ ഗ്രാമത്തിനും ഓരോ ഭാഷയുണ്ട്. ചിറ്റൂർ ഉപയോഗിക്കുന്ന ഭാഷയല്ല തത്തമംഗലത്ത് ഉപയോഗിക്കുന്ന ഭാഷ. അപ്പോൾ ഈ ഭാഷകൾ, അതായത് ജൈവ ഭാഷകളാണ് വെല്ലുവിളികളെ നേരിടുന്നത്. അതുകൊണ്ട് ഭാഷാ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഭാഷയെ സംരക്ഷിക്കാനും ഭാഷയെ നവീകരിക്കാനും നമ്മുടെ ഭാഷയെ ശക്തമാക്കാനും ഒക്കെയുള്ള ഉത്തരവാദിത്വം ഉണ്ട്. ആ ദിശയിലായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനം എന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ.